രാവിലെ എണീറ്റപ്പോൾ ഇതാ വലിയൊരു ചിലന്തി വല വീടിന് മുറ്റത്ത്. ഇതെങ്ങനെയാണെന്നല്ലേ, വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് ഈ ചിലന്തി വല ഇവിടെ വന്നതെന്ന്. ഓക്കെ, ഏകദേശം 70ഓളം ഇൻസുലേഷൻ ടേപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? വാ കാണിച്ചു തരാം. ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ചിലന്തി വല കിട്ടുന്നത് ഞാൻ കണ്ടു. കുറേ സമയമെടുത്ത് ക്ഷമയോടെ ചിലന്തി അത് ചെയ്യുന്നത് കണ്ടപ്പോൾ പണ്ട് എൻ്റെ അമ്മച്ചി പറഞ്ഞു തന്ന ഒരു കഥ എനിക്ക് ഓർമ്മ വന്നു. എന്നാൽ പിന്നെ അതുപോലെ ഒരു ചിലന്തി വല ഉണ്ടാക്കിയാലോ എന്ന് ഞാനും വിചാരിച്ചു. അമ്മച്ചി പറഞ്ഞു തന്ന കഥ ഇങ്ങനെയാണ്. യുദ്ധത്തിൽ തോറ്റ ഒരു രാജാവ് ആ രാജ്യം വിട്ട് കാട്ടിൽ താമസമാക്കി. ആ രാജാവ് കുറേ നാൾ ആ കാട്ടിൽ താമസിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ രാജാവ് ഒരു ചിലന്തിനെ കാണുന്നുണ്ടായിരുന്നു. ഒരു ചിലന്തി വല കെട്ടാൻ വേണ്ടി തുടർച്ചയായിട്ട് ഒരേ കൊമ്പിലേക്ക് ചാടിക്കൊണ്ടിരിക്കുന്ന രാജാവ് ശ്രദ്ധിച്ചു. മടുത്തു പോകാതെ ആ ചിലന്തി വീണ്ടും വീണ്ടും ചാടിക്കൊണ്ടിരുന്നു. അങ്ങനെ 8ാമത്തെ പ്രാവശ്യം ആ ചിലന്തി തൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തി. ഇത് കണ്ടപ്പോൾ താൻ യുദ്ധത്തിൽ ഒരു തവണ തോറ്റുപോയെങ്കിലും മടുത്ത് പിന്മാറാതെ വീണ്ടും വീണ്ടും യുദ്ധം ചെയ്താലേ വിജയിക്കുള്ളെന്ന് രാജാവിന് മനസ്സിലായി. അങ്ങനെ രാജാവ് വീണ്ടും പഴയ രാജ്യത്തേക്ക് തിരിച്ചു പോയിട്ട് തൻ്റെ ശത്രു രാജ്യത്തോട് യുദ്ധം ചെയ്ത് ആ യുദ്ധത്തിൽ ആ രാജാവ് വിജയിച്ചു. ചിലന്തിനെ പൊതുവെ ആൾക്കാർക്ക് ഇഷ്ടമല്ല. എങ്കിലും ചിലന്തിയിൽ നിന്ന് നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. നമ്മൾ നിസാരമായിട്ട് തട്ടിവിടുന്ന അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു ജീവിയാണ് ചിലന്തി, ഇല്ലേ? മിക്കപ്പോഴും ചിലന്തി നമ്മുടെ ശത്രുവായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു ജീവിയായിരിക്കും ചിലന്തി. കാരണം വീടിനുള്ളിലൊക്കെ ഇങ്ങനെ ചിലന്തി വല കെട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. പക്ഷേ ചില സമയത്ത് നമ്മുടെ ഉപകാരി കൂടിയാണ് ചിലന്തി. കർഷകരുടെ മിത്രമാണ് ചേരപ്പാമ്പ് എന്ന് പറയപ്പെടാറുണ്ട്. അതായത് എലി, തവള ഇങ്ങനെ കൃഷിനെ നശിപ്പിക്കുന്ന പല ജീവികളെയും പിടിച്ചു തിന്നുന്ന ജീവിയാണ് ചേര എന്ന പാമ്പ്. അതിന് വിഷവുമില്ല, അത് കർഷകരുടെ മിത്രം എന്നറിയപ്പെടുന്നു. എന്ന് പറഞ്ഞതുപോലെ ചിലന്തി ചില സമയത്ത് നമ്മുടെ പച്ചക്കറിയിലും ഫ്രൂട്ട്സിൻ്റെ തോട്ടത്തിലൊക്കെ വല കിട്ടാറുണ്ട്. ഈ വലയിൽ നമ്മുടെ വിളകളെ തിന്ന് നശിപ്പിക്കുന്ന കീടങ്ങൾ ഈ വലയിൽ അകപ്പെടാറുണ്ട്. ഇത് ശരിക്കും കർഷകർക്ക് ഒരു ഉപകാരിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കൃഷിത്തോട്ടത്തിലെ ചിലന്തികളെ ഒന്നും കൊന്നു കളയാറില്ല. ഒരു ചിലന്തി ഒരു ദിവസം 5ഓളം വലകൾ കിട്ടാറുണ്ട്. കാരണം മറ്റൊന്നുമല്ല, നമ്മൾ എങ്ങോട്ടിലേക്ക് നടന്നു പോകുന്ന സമയത്ത് നമ്മുടെ മുമ്പിൽ ചിലന്തി വല ഉണ്ടെങ്കിൽ നമ്മൾ അത് പൊട്ടിച്ച് കളയാറുണ്ട്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് അതിന് പിന്നെ ഭക്ഷണം കഴിക്കണമെങ്കിൽ അടുത്ത വല കെട്ടണം. അങ്ങനെ അത് വീണ്ടും വീണ്ടും വല കെട്ടിക്കൊണ്ടിരിക്കും. നേരത്തെ പറഞ്ഞ കഥ പോലെ. അതായത് ചിലന്തി ഒരിക്കലും തോറ്റ് പിന്മാറുന്നില്ല. ഇതേപോലെ നമ്മളും നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ മടുത്തു പോകാണ്ട് ചെയ്തുകൊണ്ടിരിക്കുക. എന്നാലേ ചിലന്തിനെ പോലെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റുള്ളൂ. 4 മണിക്കൂറോളം വേണ്ടി വന്നു എനിക്ക് ഈ ഒരു ചിലന്തി വല കെട്ടാൻ വേണ്ടി മാത്രം. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഞങ്ങളുടെ പുതിയൊരു യൂട്യൂബ് ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് തുടർന്നും ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണേ.